ധനഹായിക്ക് ശേഷം മൂന്നാമത്തെ ഞായറാഴ്ച തിരുസഭ വിശുദ്ധ പൗലോസിൻ്റെ സന്തത സഹചാരിയും വിശ്വസ്തദാസനും സുഹൃത്തും സഹോദരൻ എന്ന വിശേഷണവുമുള്ള തീമോത്തിയോസിനെ ഓർമ്മിക്കുന്ന ദിനം. ഈ ഭൂമിയിലെ ദൈവരാജ്യം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന തിരുസഭ നമ്മുടെ വിചിന്തനത്തിനായി നൽകുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചനങ്ങളാണ്. ഫരീസേയരിൽ നിക്കോദേമോസ് എന്നു പേരായ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു. അവൻ രാത്രി യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുകയില്ല. യേശു പറഞ്ഞു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവന് ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. നിക്കോദിമോസ് ചോദിച്ചു, പ്രായമായ മനുഷ്യന് ഇതെങ്ങനെ സാധിക്കും? അമ്മയുടെ ഉദരത്തിൽ വീണ്ടും പ്രവേശിച്ച് അവന് ജനിക്കുവാൻ കഴിയുമോ? യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ജലത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസമാണ്, ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും. നിങ്ങൾ വീണ്ടും ജനിക്കണമെന്ന് ഞാൻ പറഞ്ഞതുകൊണ്ട് നീ വിസ്മയിക്കേണ്ട. കാറ്റ് അതിനിഷ്ടമുള്ളിടത്തേക്ക് വീശുന്നു, അതിൻ്റെ ശബ്ദം നീ കേൾക്കുന്നു, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ നീ അറിയുന്നില്ല. ഇതുപോലെയാണ് ആത്മാവിൽ നിന്ന് ജനിക്കുന്ന ഏവനും. ഇതെല്ലാം എങ്ങനെ സംഭവിക്കുമെന്ന് നിക്കോദിമോസ് ചോദിച്ചു. യേശു പറഞ്ഞു, നീ ഇസ്രായേലിലെ ഗുരുവല്ലേ, എന്നിട്ടും ഇക്കാര്യമൊന്നും മനസ്സിലാകുന്നില്ലേ? സത്യം സത്യമായി ഞാൻ നിന്നോട് പറയുന്നു, ഞങ്ങൾ അറിയുന്നവയെപ്പറ്റി സംസാരിക്കുന്നു, കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എന്നിട്ടും ഞങ്ങളുടെ സാക്ഷ്യം നിങ്ങൾ സ്വീകരിക്കുന്നില്ല. ഭൗമിക കാര്യങ്ങളെപ്പറ്റി ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ കാര്യങ്ങൾ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കും? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ബാരിക്കുമോർ. നിക്കോദിമോസ് ഫരീസയനായ ഒരു യഹൂദ പ്രമാണിയായിരുന്നു. യഹൂദ സാൻഹെദ്രീൻ അംഗമായ ഒരു ധനവാൻ. സാൻഹെദ്രീൻ യഹൂദരുടെ നീതിന്യായ പീഠമാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ന്യായാധിപ സംഘത്തിലെ അംഗം. നിക്കോദിമോസ് യേശുവിനെ തേടിയെത്തുന്നത് രാത്രിയിലാണ്. അവിശ്വാസികളായ യഹൂദരെ ഭയന്നതാകാം കാരണം. രാത്രിയുടെ മറവിൽ യെശുവിനെ തേടുന്ന നിക്കോദിമോസ് പ്രകാശത്തിലേക്കുള്ള യാത്രയിലാണ്. പ്രാമാണികത്വവും ധനവാൻ എന്ന അവസ്ഥയും ന്യായാധിപ സംഘത്തിലെ സ്ഥാനവും ഫരീസേയ കൂട്ടായ്മയും ഇരുട്ടിൻ്റെ അന്ധകാരത്തിൽ ഒരുവനെ ബന്ധിക്കുവാൻ മതിയായ കാരണങ്ങളാണ്. രാത്രി, ഇരുട്ട് എന്നീ പ്രയോഗങ്ങൾ അവിശ്വാസത്തെയും തിന്മയുടെ പ്രവൃത്തികളെയും സൂചിപ്പിക്കുന്ന പദപ്രയോഗമാണ്. ബൗദ്ധികത കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാനുള്ള ഒരു പ്രവണത ഇവിടെയുണ്ട്. നാം അറിയാതെ നമ്മെ ദൈവത്തിൽ നിന്ന് അകറ്റുന്നതും അന്ധകാരത്തിൻ്റെ ആസ്വാദനങ്ങളിൽ തളച്ചിടുന്നതുമായ ഒരുപാട് സംഗതികൾ നമുക്ക് ചുറ്റിനുമുണ്ട്. ഒരുപക്ഷേ അത് മറ്റുള്ളവർ നമുക്ക് കൽപ്പിച്ചു തരുന്ന പ്രാമാണികത്വമാകാം. സ്വയം പര്യാപ്തതയുടെ നെറുകയിൽ നിൽക്കുന്ന ധനവാൻ എന്ന അവസ്ഥയാകാം. നീതിന്യായ വ്യവസ്ഥിതിയിലെ കൂട്ടുകെട്ടും അതുണ്ടാക്കുന്ന സുരക്ഷിതത്വബോധവും മേധാവിത്വവുമാകാം.
അധാർമിക നടപടികളെ വ്യാഖ്യാനിക്കുന്നതിന് വിശ്വാസത്തിൽ നിന്നകന്ന കൂട്ടായ്മകളിലെ കൂട്ടുകെട്ടാകാം, പരീക്ഷയെ കൂട്ടുകെട്ടാകാം. ദൈവത്തെയും ദൈവവിശ്വാസത്തെയും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷ കൂട്ടുകെട്ടുകളിലൂടെ സ്വന്തമാക്കാവുന്ന ലൗകിക നേട്ടങ്ങളാകാം. യേശുവിനെ ഒറ്റുകൊടുത്ത യൂദാസ് പുറത്തുപോയി ഇരുട്ടിൽ മറയുകയായിരുന്നു. ലൗകിക നേട്ടങ്ങൾക്കായി യേശുവിനെ ഒറ്റുകൊടുക്കുന്ന പ്രവണത ഏറി വരുന്ന നാളുകളാണിത്. പ്രകാശത്തെ ഒറ്റിക്കൊടുത്ത് ഇരുട്ടിൽ മറയുന്നവൻ അന്ധകാരത്തിൻ്റെയും ലൗകിക തിന്മകളുടെയും ആസ്വാദനത്തിൻ്റെ രാത്രിയെ ഇഷ്ടപ്പെടുന്നു. നിക്കോദീമോസ് ഇരുട്ടിൽ നിന്ന് പ്രകാശമായ യേശുവിലേക്ക് യാത്ര ചെയ്യുന്നു. അവിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്കുള്ള തീർത്ഥയാത്ര. ലോകത്തിൻ്റെ പ്രകാശമായ യേശു സർവ്വ അന്ധകാരത്തെയും നിർമ്മാർജ്ജനം ചെയ്യുന്നവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം തിരുവചനം, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്നവൻ ഒരിക്കലും അന്ധകാരത്തിൽ നടക്കുകയില്ല, അവന് ജീവൻ്റെ പ്രകാശമുണ്ടായിരിക്കും. നിക്കോദീമോസിന് യേശുവിനെക്കുറിച്ചുള്ള ചില ഭൗതിക അറിവുകളുണ്ട്. റബ്ബി, അങ്ങ് ദൈവത്തിൽ നിന്ന് വന്ന ഒരു ഗുരുവാണെന്ന് ഞങ്ങൾ അറിയുന്നു. ഭൗതിക അറിവ് അപൂർണമാണ്. ഹൃദയം തൊടുന്ന യഥാർത്ഥ വിശ്വാസമാണ് ആവശ്യം. അടയാളങ്ങൾ കണ്ടതുകൊണ്ടാണ് നിക്കോദീമോസ് യേശുവിൽ വിശ്വസിക്കുന്നത്. ദൈവം കൂടെയില്ലെങ്കിൽ ഒരുവനും നീ ചെയ്യുന്ന ഈ അടയാളങ്ങൾ പ്രവർത്തിക്കുവാൻ കഴിയുകയില്ല. ജീവിതത്തിന് ചുറ്റും ഇരുട്ട് വ്യാപിച്ചപ്പോൾ നിക്കോദീമോസ് യേശുവിൻ്റെ അടുത്ത് വന്നു. ജീവിതം അന്ധകാരമയമാകുമ്പോൾ ആശ്രയിക്കാവുന്ന പ്രത്യാശയുടെ പ്രകാശമാണ് യേശു എന്ന തിരിച്ചറിവാണ് യേശുവിൻ്റെ അടുത്ത് രാത്രിയിൽ വരുന്നതിന് ഒരുപക്ഷെ നിക്കോദീമോസിനെ പ്രേരിപ്പിച്ചത്. റബ്ബി, ദൈവത്തിൽ നിന്ന് വന്നവൻ, ഗുരു, ദൈവം കൂടെയുള്ളവൻ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്നീ തിരിച്ചറിവുകൾ ദൈവവചന ശ്രവണത്തിലേക്കും യേശു സാമീപ്യത്തിലേക്കുമുള്ള നിക്കോദീമോസിൻ്റെ യാത്രയാണ്. റബ്ബി, ദൈവത്തിൽ നിന്ന് വന്നവൻ, ഗുരു, ദൈവം കൂടെയുള്ളവൻ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നവൻ എന്നീ തിരിച്ചറിവുകൾ ദൈവവചന ശ്രവണത്തിലേക്കും യേശു സാമീപ്യത്തിലേക്കും നിക്കോദീമോസിനെ നയിച്ചു. പ്രകാശത്തിലേക്കുള്ള യാത്ര അറിവിൻ്റേതല്ല, തിരിച്ചറിവിൻ്റേതാണ്. വിശ്വാസത്തിലേക്കുള്ള തീർത്ഥാടനം തിരിച്ചറിവിൻ്റെ വിശ്വാസ വളർച്ചയാണ്. ദൈവത്തെയും തിരുവചനത്തെയും കുറിച്ചുള്ള അറിവ് തിരിച്ചറിവായി വളർന്ന് ഹൃദയത്തെ സ്പർശിക്കുന്ന ആധ്യാത്മിക വിശ്വാസ വളർച്ച സാധ്യമാക്കണം. ക്രമാനുഗതമായ വിശ്വാസ വളർച്ച പ്രകാശത്തെ തേടുന്ന നിക്കോദീമോസിൽ കാണാനാവും. ഇരുട്ടിൻ്റെ വ്യാപനത്തെ തടയാനുള്ള വഴി പ്രകാശത്തെ സ്വന്തമാക്കുകയാണ്. യേശുവിൻ്റെ അടുത്ത് വന്ന നിക്കോദീമോസ് പ്രകാശത്തിൽ പ്രകാശിക്കുന്നവനായി മാറുന്നു. യേശുവിൻ്റെ അടുത്ത് വരിക എന്നതിനർത്ഥം പ്രകാശത്തിൽ വസിക്കുക എന്നാണ്. യേശുവാകുന്ന പ്രകാശത്തിൽ പ്രകാശിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. വിശ്വാസത്തിലേക്ക് കടന്നു വരാനുള്ള വ്യവസ്ഥ വീണ്ടും ജനനമാണ്. വീണ്ടും ജനനം യേശുവിലുള്ള പുതിയ തുടക്കമാണ്, പുതിയ ജീവിതമാണ്. യേശുവിൽ നവീകരിക്കപ്പെട്ട ജീവിതം, യേശുവിൽ പുതുതാക്കപ്പെട്ട ജീവിതം, യേശുവിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത ജീവിതം, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു എന്ന അവസ്ഥ.
യേശു വാഗ്ദാനം ചെയ്യുന്ന ദൈവരാജ്യ പ്രവേശനം വീണ്ടും ജനനത്തിൻ്റെ അനന്തരഫലമാണ്. വീണ്ടും ജനനം ആത്മാവാലും ജലത്താലുമുള്ള ജനനമാണ്. ദൈവരാജ്യം കാണുക എന്നതിനർത്ഥം ദൈവരാജ്യം യാഥാർത്ഥ്യമാക്കുന്ന യേശുവിൽ വിശ്വസിക്കുക എന്നാണ്. യേശുവിലുള്ള വിശ്വാസം ദൈവരാജ്യ അനുഭവമാണ്. യേശുവും ദൈവരാജ്യവും അവിഭാജ്യമാണ്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പരാമർശം യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇവിടെ മാത്രമാണ് കാണുന്നത്. ദൈവരാജ്യവും യേശുവും തമ്മിൽ വേർതിരിക്കാനാവില്ല. ദൈവം ഭരണം നടത്തുന്ന അവസ്ഥയാണ് ദൈവരാജ്യം. യേശുവുമായുള്ള ബന്ധം സ്ഥാപിക്കുന്നതിലൂടെയാണ് ഒരുവൻ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കുക. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശുവിൻ്റെ അത്ഭുതങ്ങൾ ദൈവരാജ്യ സ്ഥാപനത്തിൻ്റെ അടയാളങ്ങളാണ്. തിരുസഭയുടെ ദൗത്യം ദൈവരാജ്യ സ്ഥാപനമാണ്. സഭ തന്നെയും ദൈവരാജ്യമാണ്. തിരുസഭ ദൈവരാജ്യത്തിൻ്റെ ചരിത്രപരമായ സാന്നിധ്യമാണ്. സഭയുടെ മാനുഷിക വശം ദൈവരാജ്യ പ്രവേശനത്തിനുള്ള വെല്ലുവിളിയാണ്. യേശുവിൽ സ്ഥാപിതമായതും യേശുവിനെ സ്വന്തമാക്കുന്നതിലൂടെ പ്രവേശിക്കുന്നതും യേശുവിൽ വസിക്കുന്നതിലൂടെ അനുഭവിക്കുന്നതും മരണശേഷമുള്ള ന്യായവിധി വഴി സ്വന്തമാകുന്നതുമാണ് ദൈവരാജ്യം. യേശു ആവശ്യപ്പെടുന്ന വീണ്ടും ജനനം ശാരീരികമായ രണ്ടാം ജനനമാണെന്ന് നിക്കോദിമോസ് തെറ്റിദ്ധരിക്കുന്നു. ജലത്തിൻ്റെയും ആത്മാവിൻ്റെയും പ്രവർത്തനം മൂലം ജ്ഞാനസ്നാനത്തിലൂടെയുള്ള ഒരൊറ്റ ജനനത്തെ പറ്റിയാണ് യേശു പറഞ്ഞത്. ഉത്ഥിതനായ യേശുവിൻ്റെ ശിഷ്യസമൂഹമായ സഭയിലേക്കുള്ള പ്രവേശനമാണ് ജ്ഞാനസ്നാനം. പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടുമുള്ള തൃത്വൈക കൂട്ടായ്മയാണ് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിലുള്ള ജ്ഞാനസ്നാനം. ഉത്ഥിതനായ യേശു ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച ദൗത്യമാണ് മാമോദീസ അഥവാ ജ്ഞാനസ്നാനം. ജലത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കാതെ ആരും ദൈവരാജ്യത്തിൽ പ്രവേശിക്കില്ലെന്ന പ്രബോധനം മാമോദീസായുടെ ആവശ്യകതയാണ് വ്യക്തമാക്കുന്നത്. തീത്തോസിനുള്ള ലേഖനം 3-ാം അധ്യായം 5-ാം തിരുവചനം പുനർജീവനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സ്നാനമാണ് മാമോദീസ. സ്നാപയോനാൻ്റെ സ്നാനം ജലത്താൽ മാത്രമുള്ള സ്നാനമായിരുന്നു. എന്നാൽ യേശു ശിഷ്യന്മാരെ ഫലമേൽപ്പിച്ച മാമോദീസ ജലത്താലും ആത്മാവിനാലുമുള്ള സ്നാനമാണ്. പാപമോചനവും പുതിയ ജന്മവും ക്രിസ്തുവിൻ്റെ മരണത്തിലും ഉയർപ്പിലുമുള്ള ഐക്യപ്പെടലും ദൈവരാജ്യ പ്രവേശനവും സഭയിലുള്ള അംഗത്വവും പരിശുദ്ധാത്മദാനങ്ങൾ സ്വീകരിക്കലും ജലത്താലും ആത്മാവിനാലുമുള്ള ജനനത്തിൻ്റെ അഥവാ മാമോദീസായുടെ സത്ഫലങ്ങളാണ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്നത് മാംസം എന്ന യേശുവിൻ്റെ പ്രസ്താവന മാനുഷികവും ഭൗതികവുമായ എല്ലാറ്റിനെയും പ്രതിദാനം ചെയ്യുന്നു. ആത്മാവിൽ നിന്ന് ജനിക്കുന്നത് ആത്മാവും എന്ന യേശുവിൻ്റെ പ്രസ്താവന ദൈവികവും സ്വർഗീയവും പ്രകൃതി അതീതവുമായവയെ പ്രതിനിധാനം ചെയ്യുന്നു. വീണ്ടും ജനനം നടക്കുന്നത് ആത്മാവിനാലും ജലത്താലുമാണ്. ദൈവവിശ്വാസത്തിൻ്റെ വിത്ത് മനുഷ്യഹൃദയങ്ങളിൽ നിക്ഷേപിക്കുന്നതും നിലനിർത്തുന്നതും പരിപോഷിപ്പിക്കുന്നതും പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മ പ്രവർത്തനത്താൽ മാനസാന്തരത്തിലേക്കും വിശ്വാസ ജീവിതത്തിലേക്കുമുള്ള കടന്നുവരവ് ആത്മാവിലുള്ള ജനനമാണ്. എസെക്കിയേലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 26-ാം തിരുവചനം, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതു ചൈതന്യം
നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും. നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസലഹൃദയം നൽകും. എൻ്റെ ആത്മാവിനെ നിങ്ങളിൽ ഞാൻ നിവേശിപ്പിക്കും. ജലസ്നാനം അനുതാപത്തിൻ്റേതും മാനസാന്തരത്തിൻ്റേതുമാണ്. ആത്മാവിലുള്ള ജനനം വിശ്വാസ ജീവിതത്തിൻ്റേതും ദൈവരാജ്യ പ്രവേശനത്തിൻ്റേതുമാണ്. വീണ്ടും ജനിക്കപ്പെട്ട ദൈവമക്കളുടെ അവകാശമാണ് ദൈവരാജ്യം. ജലത്താലുള്ള സ്നാനം മാമോദീസായിലൂടെയുള്ള സഭാപ്രവേശനത്തെ സൂചിപ്പിക്കുന്നു. ജലം മാമോദീസായെ പ്രതിനിധാനം ചെയ്യുന്നു. മാമോദീസായിൽ പരിശുദ്ധാത്മാവിലൂടെ നമ്മൾ ദൈവമക്കളായി ജനിക്കുന്നു. ഉന്നതത്തിൽ നിന്നുള്ള ജനനമെന്ന് ഇതറിയപ്പെടുന്നു. സഭയിലൂടെ ആത്മാവിലുള്ള ജനനവും ദൈവരാജ്യ പ്രവേശനവും സാധ്യമാകുന്നു. സഭാജീവിതത്തിൽ നിന്നും മാറി ഒറ്റപ്പെട്ടു നിന്നോ സഭയുടെ ലൈംഗിക വിശ്വാസം ഏറ്റുപറയാതെയോ സ്വതന്ത്രമായ രീതിയിൽ വിശ്വാസ ജീവിതം നയിക്കുന്നത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമല്ല. വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ഒരുവനും ദൈവരാജ്യം കാണാൻ കഴിയുകയില്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-15 തിരുവചനങ്ങൾ: ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുവീൻ. യേശുവിനെ അറിയുന്നവനായി അടുത്തു വരുന്ന നിക്കോദീമോസ് ദൈവരാജ്യം കാണുന്നതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് യേശു അവനോട് പറയുന്നു. യേശുവിനെക്കുറിച്ചുള്ള ബൗദ്ധികമായ അറിവ് ദൈവരാജ്യ പ്രവേശന പ്രതിബദ്ധതയായി വളരണം. മിശിഹായെ അറിയുന്നത് ദൈവരാജ്യ പ്രവേശനത്തിനാണ്. ദൈവരാജ്യം പ്രഘോഷിച്ച് ദൈവരാജ്യ അടയാളങ്ങൾ കാണിച്ചു തന്ന് ദൈവരാജ്യ മൂല്യങ്ങൾ ജീവിച്ച് ദൈവരാജ്യ അനുഭവത്തിലേക്ക് നമ്മെ ക്ഷണിച്ചവനാണ് യേശു. യേശുവിനോടും സുവിശേഷത്തോടും പ്രതിബദ്ധത നിറഞ്ഞ ജീവിതമാണ് ദൈവരാജ്യ നിർമ്മിതിയുടെ അവശ്യ ഘടകം. സഭ ദൈവരാജ്യത്തിൻ്റെ കൂദാശയാണ്. ദൈവരാജ്യ പ്രവേശന വ്യവസ്ഥ മാനസാന്തരമാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 3-ാം തിരുവചനം: സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആകുന്നില്ലെങ്കിൽ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല. ദൈവരാജ്യ പ്രവേശനത്തിനും ദൈവമക്കളാകുന്നതിനുമുള്ള വഴി മാനസാന്തരമാണ്. മാനസാന്തരപ്പെട്ട് ശിശുക്കളെപ്പോലെ ആവുക എന്നത് വീണ്ടും ജനനത്തിനുള്ള, പുതിയ ജന്മത്തിനുള്ള ആഹ്വാനമാണ്. മാംസത്തിൽ നിന്ന് ജനിക്കുന്ന മനുഷ്യൻ പരിശുദ്ധാത്മാവിനാൽ പുനർജനിക്കാത്ത മനുഷ്യനാണ്. ഇക്കൂട്ടർക്ക് ദൈവരാജ്യ പ്രവേശനമില്ല. ആത്മാവിൽ നിന്ന് ജനിക്കുന്നവൻ ആത്മാവിനാൽ നയിക്കപ്പെടുന്നവരും ദൈവമക്കളുടെ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നവരും വീണ്ടും ജനനം അഥവാ പുനർജനനം സാധ്യമാക്കിയവരുമാണ്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുത്തുന്ന രൂപാന്തര പ്രക്രിയയെ കാറ്റിൻ്റെ പ്രവർത്തനത്തോടാണ് സുവിശേഷകൻ ഉപമിക്കുക. നൂമ എന്ന പദത്തിന് കാറ്റ്, ആത്മാവ്, അരൂപി എന്നീ അർത്ഥങ്ങളുണ്ട്. കാറ്റിൻ്റെ ഗതിവിഗതികൾ അജ്ഞാതമാണ്. കാറ്റ് എവിടെ നിന്ന് വരുന്നെന്നോ എവിടേക്ക് പോകുന്നെന്നോ ആരും അറിയുന്നില്ല. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നിഗൂഢമാണ്. ബാഹ്യ നയനങ്ങൾ കൊണ്ട് ദർശിക്കാനാവില്ല. എന്നാൽ ആത്മാവിൻ്റെ ഫലങ്ങളിൽ നിന്ന് പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നവരെ തിരിച്ചറിയാനാകും. ഗലാത്യക്കാർക്കുള്ള ലേഖനം 5-ാം അധ്യായം
22 തിരുവചനം. ആത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. അറിയുന്നതിനെപ്പറ്റി സംസാരിക്കുകയും കണ്ടവയെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഞങ്ങൾ എന്ന വിശേഷണം യേശു ശിഷ്യരാണ്. പ്രേക്ഷിത ശുശ്രൂഷയിൽ ജീവിത സാക്ഷ്യം വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നു. ഭൗമിക കാര്യങ്ങൾ അഥവാ ഭൂമിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ, മനുഷ്യനും അവൻ്റെ വീണ്ടുമുള്ള ജനനവും, മനുഷ്യ അവതാരം ചെയ്ത യേശുവും, നഗ്നനേത്രങ്ങൾ കൊണ്ട് യേശുവിനെ കണ്ട് കേട്ട് സ്പർശിച്ച് അനുഭവിച്ചറിഞ്ഞ യേശു ശിഷ്യരുടെ അപ്പോസ്തോലിക സാക്ഷ്യവും ദൈവരാജ്യ പ്രവേശനത്തിനായി നൽകപ്പെട്ട ഭൗമിക കാര്യങ്ങളാണ്. സ്വർഗീയ കാര്യങ്ങൾ ദൈവിക വെളിപാടാണ്. ക്രിസ്തുവിൽ പൂർണ്ണമായ മിശിഹാ രഹസ്യം, വിശ്വാസ ജീവിതം തിരിച്ചറിയുന്ന രക്ഷാകര രഹസ്യങ്ങൾ, ദൈവിക വെളിപാടിൻ്റെ പൂർണ്ണത യേശു ക്രിസ്തുവാണ്. മാനസാന്തരപ്പെട്ട് ജലത്താലും ആത്മാവിനാലുമുള്ള വീണ്ടും ജനനത്തിലൂടെ ദൈവരാജ്യ പ്രവേശനം സാധ്യമാക്കിയ ദൈവമക്കൾക്ക് മാത്രമേ സ്വർഗീയ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ, ദൈവിക രഹസ്യങ്ങൾ തിരിച്ചറിയാനാവുകയുള്ളൂ. ദൈവമേ, ശിശുക്കളെ പോലെ ഞങ്ങളെ നിർമ്മലരാക്കണമേ. ദൈവിക രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരയണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും തിരുനാമത്തിൽ ആമീൻ.